കുംഭമേളയ്ക്ക് സമാനമായ തവനൂർ മഹാമാഘ മഹോത്സവം വിവിധ അഖാഡകളിൽ നിന്നുള്ള സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ നടന്നുവരുന്നു. നമോ ദേവാദിദേവായ ത്രിനേത്രായ മഹാത്മനേ. ഭാരതത്തിന്റെ വിവിധ മഠങ്ങളിൽ നിന്നുള്ള അഖാഡകളിൽ നിന്നുള്ള ആചാര്യന്മാർ, മഹാമണ്ഡലേശ്വർ, ശങ്കരാചാര്യ ഇൻസർട്ടിയിലെ ശങ്കരാചാര്യന്മാർ, സ്വാമിമാർ തുടങ്ങിയവരെല്ലാം ബ്രഹ്മദേവന്റെ തപോഭൂമിയായ തവനൂരിലെ യജ്ഞഭൂമിയിൽ എത്തിയതോടെ ഹോമയജ്ഞങ്ങൾക്ക് തുടക്കമായി. ഭൂതവേതാളജുഷ്ടായ മഹാഭോഗോപവീതിനേ ഭൂതവേതാളജുഷ്ടായ മഹാഭോഗോപവീതിനേ. ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമവും തുടർന്ന് വാസ്തുശാന്തി ഹോമവും നടന്നു. കാലടി ശങ്കരപീഠത്തിൽ നിന്നും ആരംഭിച്ച അമൃതരഥപ്രയാണം തവനൂരിലെത്തിയപ്പോൾ ആയിരക്കണക്കിന് ഭക്തരാണ് അതിനെ എതിരേറ്റത്. മാതാ അമൃതാനന്ദമയി മഠം താനൂർ മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണയായിരുന്നു സ്വീകരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ശംഭോ മഹാദേവ ശ്രീ പരമേശ്വര നീലകണ്ഠ പ്രഭു ചാരുമൂർത്തേ തിങ്കൾ കലാധര പാർവതി വല്ലഭ ശ്രീശൈലനാഥ നമ ശിവായ. തിരുനാവായ കരയിൽ നിന്നും അലങ്കാര തൂണിയിൽ രഥം നിളാനദിയിലൂടെ തവനൂർ യജ്ഞഭൂമിയിലെത്തിച്ചു. സന്യാസിമാർ യജ്ഞഭൂമിയിൽ പ്രവേശിക്കുന്ന ചാവിനി പ്രവേശന ചടങ്ങിന് ശേഷം മഹാമേളയ്ക്ക് തുടക്കം കുറിച്ച് ധർമ്മധ്വജ സ്ഥാപനം നടന്നു. ഋഷികേശിലെ സ്വാമി നാരായണ ആശ്രമത്തിൽ നിന്നും വന്ന പണ്ഡിറ്റുകളുടെ നേതൃത്വത്തിൽ മഹാദേവഘട്ടിലും ബ്രഹ്മഘട്ടിലും സപ്തനദികളെയും ആരാധിക്കുന്ന നിള ആരതിയിൽ ഒട്ടനവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. തിരുമാറിലണിയുന്ന ഭസ്മഭൂഷാദിയും ശ്രീകണ്ഠനാളത്തിലഴകോടു നീ ചാർത്തും തിരുനാഗവണവും തൊഴുന്നു ദേവാ. തന്നിലെ അഭയവരമുദ്രയും സ്വർണപ്രഭാകുണ്ടലാദികളും. തിരുനാവായ്ക്കൊപ്പം തവനൂരും നിള ആരതി തുടങ്ങിയതോടെ വൻ ഭക്തസമൂഹമാണ് നിളാതീരത്താകെ തമ്പടിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളിലൊന്നായ കുറ്റിപ്പുറത്തെത്തി അവിടെ നിന്നും തിരുനാവായിലേക്കും തവനൂരിലേക്കും വിശ്വാസികൾക്ക് എത്താവുന്നതാണ്.